ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വേണ്ട ദൈവത്തിന്റെ വചനവുമായി ആയിരിക്കാൻ ദൈവം തരുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 15 വരെയുള്ള വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു നടത്തിയത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. 12-ാം വാക്യത്തിലെ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. പൗലോസ് പറയുന്നുണ്ട്, ഞാനിപ്പോഴും തികഞ്ഞവനായിട്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണനായിട്ടില്ല. എന്നാൽ ക്രിസ്തു എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ പൂർണ്ണതയിലേക്ക് മുന്നോട്ട് ഓടുകയാണ്. ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടത് കൊണ്ട് ആ പൂർണ്ണതയിലേക്ക് വരുവാൻ, ക്രിസ്തുവിന് അനുരൂപമായി തീരുവാൻ ഓടുകയാണെന്ന് എന്ന് പറയുന്നു. 12-ാം വാക്യം എന്ന് പറയുന്നു, നമ്മൾ ഓരോരുത്തരും ആത്മീകമായി, പൗലോസിനെ പോലെ തന്നെ ആത്മീകമായി വളർന്നവർ എന്ന് കരുതി നിൽക്കാതെ ക്രിസ്തുവിനെ കൂടുതലും അറിയാനും ആ പരിജ്ഞാനത്തിൽ വളരുവാനും ആ പക്വതയിൽ എത്തുവാനും നാം ആഗ്രഹിക്കേണ്ടതാണ്. നമ്മൾ അപ്പോഴും പറയുന്നത് പോലെ ആത്മീകമായ ഒരു ദാരിദ്ര്യവും നമുക്കുണ്ടായിരിക്കണം. ഭൗതികമായ നമുക്ക് സംതൃപ്തിയും അതുപോലെ ആത്മീകമായ വലിയൊരു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നല്ലേ കർത്താവിന്റെ വചനം പറയുന്നത്. ആ ദാരിദ്ര്യം എപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവിനെ അറിയും തോറും അത് കൂടുതൽ അറിയണമെന്ന ഒരു നമ്മൾക്ക് ആ വാഞ്ച ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമുക്ക് തരും. അത് അങ്ങനെ പരിജ്ഞാനമുള്ളവരായി ക്രിസ്തു എന്ന തലയോളം വളർന്നു വരുവാൻ നമുക്ക് ഇടയായി തീരണം. 13-ാമത്തെ വാക്യം പറയുന്നു, സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. അപ്പം കഴിഞ്ഞ കാലങ്ങളിലെ തൻ്റെ നേട്ടങ്ങളിലോ പരാജയങ്ങളിലോ താനെ കുടുങ്ങിപ്പോകാതെ ആ പിന്നിലുള്ള മറന്ന് മുമ്പിലേക്ക് ഓടുവാനായിട്ട് ശ്രമിക്കുക. തൻ്റെ ആ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ദൈവത്തിന്റെ ആ പരമബലിയുടെ ആ ലക്ഷ്യത്തിലേക്ക്, അല്ലെ ആ വിരുദിലേക്ക് എത്തുക, സമ്മാനം പ്രാപിക്കുക എന്നുള്ളതാണ്. അതിന് പൗലോസ് സ്ഥിരമായി ഓടണം എന്നാണ് പറയുന്നത്. ആ സ്ഥിരത കൈവിടരുത്. വിശ്വാസ നായകനും പൂർത്തി വരുന്നവനുമായി കർത്താവിനെ നോക്കി മുമ്പോട്ട് ഓടുവാനായിട്ട് കഴിയണം. ഇവിടെ പറയുന്നുണ്ട്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമബലിയുടെ വിരുദിനായി ലാക്കിലേക്ക്. എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആ ദൈവത്തിന്റെ പരമബലിയാണ് എൻ്റെ ലക്ഷ്യം. അതിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. 15-ാം വാക്യം പറയുന്നു, നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അപ്പൊ തികഞ്ഞവരെന്ന് പറഞ്ഞ ആത്മീകമായി പക്വത പ്രാപിച്ചവർ എല്ലാവരും ഇതേ മനോഭാവം തന്നെയുണ്ട്. ക്രിസ്തുവിൽ പരിജ്ഞാനം പ്രാപിച്ച് ഇതേ മനോഭാവം തന്നെ ഉണ്ടായിരിക്കണം. ഇനിയും എനിക്ക് വളരാനുണ്ട്, ഞാൻ ഇനി ക്രിസ്തുവിനോട് അനുരൂപനായി തീരണം, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോവുകയാണ് ശ്രമിക്കേണ്ടത്. ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നേട്ടങ്ങളിൽ നമ്മളെ തൃപ്തിപ്പെടാതെ അല്ലാതെ പരാജയങ്ങളെ നിരാശപ്പെടാതെ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ഓരോ ദിവസവും മുമ്പോട്ട് പോവുക. എപ്പോഴും വളരണം, ക്രിസ്തുവിൽ വളരണമെന്ന ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് 16-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 16-ാമത്തെ വാക്യം, എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് ചെയ്യുക. അപ്പോൾ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം, നമ്മൾ എല്ലാവരും നമ്മുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടല്ലേ, ആ പരിജ്ഞാനം, നാം ലഭിച്ച ആ അറിവ്, നമ്മൾ ലഭിച്ച വെളിച്ചം, അതനുസരിച്ച് നാം നടക്കണം, അതനുസരിച്ച് ഞാൻ ജീവിക്കണം. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എല്ലാം നാം ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം അല്ലെ ഇഷ്ടം നാം മനസ്സിലാക്കാൻ ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ അത് പ്രകടമാക്കണം, അല്ലെ പ്രാവർത്തികമാക്കണം. അപ്പൊ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരിജ്ഞാനം മുറുകെ പിടിക്കാൻ നമ്മൾ അലസന്മാരായി ഇരിക്കരുത്. എപ്പോഴും സ്ഥിരതയോടെ ഓടുവാനായിട്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു. ഓടുന്നവർ സ്ഥിരതയോടെ ഓടിയാൽ മാത്രമേ ബിരുദ പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മളുടെ ആരംഭം എങ്ങനെയുള്ള നല്ല അവസാനം എങ്ങനെയാണെന്ന് ദൈവം നോക്കുന്നത്. അപ്പോൾ ആ ആരംഭം നല്ലതാണ്, അത് അത്യാവശ്യമാണ്. എങ്കിലും ആരംഭം ഇച്ചിരി നല്ലതാണെങ്കിൽ അതുകൊണ്ട് തൃപ്തരായിരിക്കാൻ ശ്രമിക്കരുത്. അവസാനം ആരംഭത്തെക്കാൾ അധികമായി നല്ലതായി തീരണം. അതുകൊണ്ട് നമ്മൾ ആ അവസാനം നല്ലത് പ്രാപിപ്പാൻ വേണ്ടി, നല്ലോണം ഓടാൻ വേണ്ടി, കാരണം നമുക്കറിയാം ഓട്ടക്കളത്തിൽ ഓടുന്നവർ അവസാനം അവരുടെ
ഏറ്റവും വലിയ ശക്തി എടുത്ത്, ഏറ്റവും കൂടിയ ശക്തി എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഓടുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ആ ട്രാക്കിന് ആ ബിരുദിലേക്ക് എത്തുമ്പോൾ, അല്ലെ ലാസ്റ്റ് മിനിറ്റിലേക്ക് എത്തുമ്പോൾ ശരീരം മുമ്പോട്ട് പിടിച്ചവർ ഓടുന്ന, ആ നെഞ്ച് മുമ്പോട്ട് പിടിച്ചൊരു ആഞ്ഞുകൊണ്ടൊരു ഓടുന്ന ഒരു ഓട്ടം ഉണ്ടല്ലേ. അതുപോലെ ആയിരിക്കണം ഓടാനായിട്ട്, സ്ഥിരതയോടെ ഭംഗിയോടെ കർത്താവിനെ നോക്കി ലക്ഷ്യം പ്രാപിച്ചു നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ഗലാത്യർ 5:1 ഇങ്ങനെ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിന് ഉറച്ചു നിൽക്കുക, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഒരു അടിമ നുഖവും നമ്മെ തളർത്തി കളയുവാനോ പിടിച്ചു വലിക്കുവാനായിട്ട് ഇടയപ്പോരുത്. പരിജ്ഞാനം വിട്ട്, ആ പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. നേരെ നമുക്ക് ഒരു മൈൽ നടക്കാൻ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓടുവാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പകുതിക്ക് കൊണ്ട് നിർത്തരുത്. അത്രയും തന്നെ നമ്മൾ ഓടുവാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മൾ 12-ാം അധ്യായത്തിൽ പറഞ്ഞായിരുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മൾക്ക് പ്രവർത്തിക്കാൻ, അല്ലെ ദൈവത്തെ അറിയാനുള്ള, നമുക്ക് അനുസരിച്ച് നടപ്പാനുള്ള ആഗ്രഹം തരുന്നതും ദൈവമാണ്. അതുപോലെ ഇവിടെ പഠിച്ചത് രക്ഷ പ്രാവർത്തികമാക്കുന്ന, നമ്മുടെ രക്ഷ പ്രവൃത്തിഭാഗത്തിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്. കാരണം നമുക്ക് പ്രാപിച്ചിരിക്കുന്ന രക്ഷ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നാം ആരാണ് എന്ന് നാം ജീവിതത്തിൽ നമ്മുടെ കണ്ട് അറിയണം. നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം. അങ്ങനെ ജീവിക്കാനുള്ള കൃപയും അതിനുള്ള ആഗ്രഹവും അതുപോലെ അതിനു വേണ്ടിയുള്ള ശക്തിയും ദൈവമാണ് നമുക്ക് തരുന്നത്. അപ്പൊ നാം പരിജ്ഞാനത്തിൽ മുന്നേറിക്കൊണ്ടേ ഇരിക്കണം. കൃപ ദൈവം തരും, പക്ഷെ അലസന്മാരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല അല്ലേ. ഗലാത്യലേഖനം 5:25 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം ആത്മാവിലാണ് ജീവിക്കുന്നെങ്കിൽ വെറുതെ ആത്മാവ് ഉണ്ട്, അല്ലെങ്കിൽ ആത്മാവിൽ നടത്തപ്പെടുന്നില്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനായിട്ട് നാം ശ്രമിക്കുകയും ചെയ്യുക. അപ്പൊ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈബിളിൽ പറയുമ്പോൾ നടക്കുക അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെയാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പം എങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത്? നാം ദൈവവചന സത്യത്തിൽ നടക്കുക, പഠിച്ച ഉപദേശം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. കാരണം നാം എത്ര പഠിച്ചുവോ അത് ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പഴയ നിയമ ഭക്തന്മാരാണെങ്കിൽ തന്നെ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു, എൻ്റെ നിരൂപണങ്ങളൊക്കെയും ദൂരത്ത് നിന്ന് അവൻ മനസ്സിലാക്കുന്നെന്ന് പറയുന്നുണ്ട് അല്ലേ. ആ ദൈവം നാം ഇരിക്കുന്നതും നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്നു. നാം എത്ര അറിഞ്ഞു എന്നുള്ള ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നാം അറിഞ്ഞതിൽ സന്തോഷിക്കുന്നത് ശരി, അതിൽ തൃപ്തിപ്പെടാതെ അറിഞ്ഞത് അനുസരിച്ച് നടക്കുവാൻ നാം ശ്രമിക്കുക. പിന്നെ വിശുദ്ധിയിൽ നടക്കുക, നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ നടക്കാൻ. നമ്മൾ പാപത്തിന് അടിമത്തിൽ ജീവിച്ചവരായിരുന്നു, ചേറ്റിൽ നിന്ന് നമ്മെ വിടുവിച്ച്, എങ്കിലും വീണ്ടും ചേറ്റിലേക്ക് നാം പോകരുത്. ചേറ്റിലേക്ക് തിരിഞ്ഞു ഉരുളുന്ന പന്നിയെ പോലെ നാം ആയിത്തീരരുത്. മുമ്പോട്ട് പോകുക, വിശുദ്ധിയോടെ ജീവിക്കുക, പാപത്തിന് അടിമപ്പെടാതെ ജീവിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മള് ആ പാപത്തോട് എതിർത്ത് നിൽക്കുന്ന എവിടെ വരെ പോകണം? പ്രാണത്യാഗത്തോളം, ജീവനെ വെടിയുന്ന അനുഭവത്തിലേക്ക്. അങ്ങനെ വെളിയേണ്ടി വന്നാൽ നാം പാപത്തിന് അടിമകളായി തീരരുത്. പിന്നെ ഐക്യത്തിൽ നടക്കുക. സഭയില് പലതരത്തിലുള്ള വിശ്വാസികളുണ്ട്, അല്ലെ ഒരു കൂട്ടത്തില് പല തരത്തിലുള്ള വിശ്വാസികളുണ്ട്. എല്ലാവരും ഒരേ സ്പീഡിൽ നടക്കുന്നവരായിരിക്കുന്നില്ല, അത് അങ്ങനെയാണ്. പക്ഷേ എല്ലാവരും അതേ സ്പീഡിൽ നടന്നില്ലെങ്കിൽ തന്നെ പക്ഷെ എല്ലാവരും ഒരേ ലക്ഷ്യത്തിലും ഒരേ ദിശയിലേക്കാണ് നടക്കേണ്ടത്. ആരെ നോക്കി നടക്കുക? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി കർത്താവിനെ നോക്കി നടക്കണം. അപ്പം നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും മുമ്പോട്ട് നടക്കാം. എന്തിനു വേണ്ടി നടക്കണം? സുവിശേഷത്തിന്റെ വിശ്വാസനായി നാം പോരാടേണ്ടത് ആവശ്യമാണ്. അപ്പം നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് ബോധമുള്ളവരാകണം, തിരിച്ചറിവുള്ളവരാണ്. പ്രാപിച്ചത് മുറുകെ പിടിക്കുക, വിട്ടുകളയാതെ ക്രിസ്തുവിനുള്ള നിർമ്മലതയിലും ഏകാഗ്രതയിലും മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്കിടയായിത്തീരണം. സഹായിപ്പം നമ്മൾ താൻ മാത്രമല്ല കൂടി, നാം ഏകരല്ല, കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഇമ്മാനുവേലായിട്ടുള്ള, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയല്ലേ ഉപേക്ഷിക്കല്ലേ എന്ന് കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മോട് പറയുന്നുണ്ട്. നമ്മൾ 2
2-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞതുപോലെ കർത്താവ് അടുത്തിരുന്ന് നമ്മളോട് മന്ത്രിക്കുക, ചെവിയിൽ പറയുക. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, അല്ലേ, നമ്മളോട് പഠിച്ചല്ലേ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അതെല്ലാം നമുക്കുള്ളതാണ്. കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടുന്നതെല്ലാം നമുക്ക് തന്ന് മുമ്പോട്ട് നടപ്പാൻ ശക്തനായിട്ട് നമ്മോട് കൂടെ. ഈ ലോകത്തിലെ മനുഷ്യരൊന്നും അല്ല നമ്മെ വിളിച്ചേക്കുന്നത്, സർവശക്തനായ സകല ലോകത്തിന്റെയും സൃഷ്ടാവായ ദൈവം, അല്ലേ, ആ സർവജ്ഞാനിയായ ദൈവം ആണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ച് അവന്റെ കർത്താവിന്റെ മക്കളാകുവാൻ നമുക്ക് അവകാശവും തന്ന് നമുക്ക് അതിനെ പ്രാപ്തരാക്കി ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന്, തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് ഓരോ ദിവസവും നമ്മെ നടത്തുന്നത് നാം കർത്താവിന് അനുരൂപമായി ജീവിക്കാനായിട്ടാണ്. ആ ഓരോ ദിവസവും നാം പ്രാപിച്ച പരിജ്ഞാനം അനുസരിച്ച് നടക്കേണ്ടതാണ്. അപ്പം 1:4 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്, അല്ലേ. പൗലോസിന് അത്ര വിശ്വാസമുണ്ട്. നമുക്ക് വിശ്വാസമുണ്ടോ? നമ്മൾ പലപ്പോഴും പതറിപ്പോകുന്ന അനവസ്ഥയിലൊക്കെ ആയിരിക്കുന്നുണ്ട്, അല്ലേ. മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എന്തെങ്കിലും പ്രതികൂലം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നിട്ട് പറയാം, അയ്യോ എനിക്ക് അറിയത്തില്ലേ എന്ന് പറയല്ലേ. പ്രാർത്ഥിച്ചിട്ട് പിന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നല്ലേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ആ ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, അല്ലേ. പ്രശ്നങ്ങൾ വരുമ്പം എല്ലാം ഉണ്ട്, പ്രശ്നങ്ങൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ഒരു അല്ല മറ്റൊരാളുടെ പ്രശ്നങ്ങൾ, പലവർക്കും പല പ്രശ്നങ്ങളും. ഒരു ദിവസം കഴിഞ്ഞ പ്രശ്നങ്ങളല്ല മറ്റു ദിവസം വരുന്ന പ്രശ്നങ്ങൾ, അല്ലേ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരു പ്രശ്നം വന്നാലും നമ്മുടെ ഈ പ്രശ്നങ്ങളെക്കാൾ വലിയവരാണ് കർത്താവ് എന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല. ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ വരണം. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും നമ്മളെല്ലാം അറിയാം, കണ്ടേ. അവരെന്തേ പ്രശ്നങ്ങളിലൂടെ കടന്നു നമ്മൾ അവർക്ക് ചാരത്തുണ്ട്. അവർക്ക് അതിന് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആദർശനായ ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് മനസ്സിലാക്കണം. ദൈവത്തിന്റെ ശക്തി ആ ആത്മാവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. ഏത് പ്രശ്നങ്ങൾ വന്നാലും എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയുകയല്ല വേണ്ടത്. എന്നെ ശക്തനാക്കുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. അവൻ ഏത് പ്രശ്നങ്ങളും മതിയായവനാണ്. കർത്താവ് അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നമ്മൾ റോമാലേഖനം 8:28 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്ന സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പക്ഷേ അത് ആ അർത്ഥത്തിലല്ല പറയുന്നത് എങ്കിൽ തന്നെയും അത് നമ്മെ മുന്നറിഞ്ഞവരെ നമുക്കറിയാമല്ലോ. അത് നമ്മെ വിളിക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വാക്യമാണെങ്കിലും ആ വാക്യം നമ്മുടെ ജീവിതത്തിലൊന്ന് ഓരോ ദിവസവും നമ്മൾ അർത്ഥവത്താക്കുകയാണെങ്കിൽ, നമുക്കൊന്ന് അതിനോടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാകും, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് തിന്മയ്ക്കായിട്ടല്ല സംഭവിക്കുക. തിന്മയെന്ന് നാം തോന്നുന്നത് ആയി തീർന്നാൽ പോലും അത് നന്മയ്ക്കാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും, അല്ലേ. ആ ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്ന ഒരു ബോധം വേണം. അപ്പം നമ്മൾ ആ പരിജ്ഞാനത്തിൽ നിറയ്ക്കട്ടെ. 3:12 പൗലോസ് പറഞ്ഞ്, ഞാൻ എത്തിയിട്ടില്ല, കർത്താവിനെ പിടിച്ചു, പക്ഷെ ഞാൻ അവിടെ എത്തിയിട്ടില്ല. കർത്താവിന് അനുരൂപമായി എത്തണം, പൂർണ്ണനായിട്ടില്ല. ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. നാം ഒരിക്കലും പൂർണ്ണരായിട്ടില്ല. നാം ഇനിയും 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 പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ തിരിച്ചറിവ്, ആ പൗലോസിന്റെ വിനയം നമ്മളിൽ ഉണ്ടായിരിക്കണം, ആ താഴ്മ നമ്മളിൽ ഉണ്ടായിരിക്കണം, അല്ലേ. അത് തന്നെ 13-14 താൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഓടുന്നു, എനിക്ക് ഉത്സാഹമുണ്ട്, എന്നോട് കൂടെയുണ്ട് ഒരാള് എന്റെ കൈപിടിച്ച് ഓടിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് നോക്കുന്നില്ല. പഴയത് എന്താണെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. അതിനെ ഞാൻ ചവറന്ന് എണ്ണുക. എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിലായതിനു ശേഷമുള്ള കാര്യങ്ങളാണെങ്കിലും തന്നെ അതിനെ ഞാൻ നോക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ പഴയ സാക്ഷ്യം വെച്ചുകൊണ്ട് നാം ഇന്ന് ഇരിക്കരുത്. ഓരോ ദിവസവും നാം പുതിയ സാക്ഷ്യമുള്ളവരായി തീരുക. പുതിയ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിനെ കൂടുതൽ അറിഞ്ഞുള്ള സാക്ഷ്യമായിരിക്കണം. രോഗം വരുമ്പോൾ അത് സൗഖ്യമായി എന്നുള്ള സാക്ഷ്യം മാത്രമല്ല വേണ്ട. ഓരോ ദിവസവും രോഗം വരാതെ ക്ഷീണം ഉണ്ടായാലും നാം തളർന്നു പോകാതെ, പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും നശിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരവസ്ഥയിൽ ആയിപ്പോയാലും വീണു പോകാതെ നശിച്ചു പോകാതെ മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ തരുന്നുണ്ടല്ലേ. അപ്പം ആ ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ മുമ്പോട്ട്, ആ പരിജ്ഞാനം നമ്മോട് കൂടെയുള്ള നമ്മേക്കാൾ ശക്തനാണ്, സകലത്തെയും ജയിപ്പാൻ ശക്തനാണ് ഈ ലോകത്തിൽ. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ ആരും അതുകൊണ്ട് ഭയപ്പെടേണ്ട. ലോകത്തെ ജയിച്ചു നമ്മോട് കൂടെയുണ്ട്, നമ്മെ ശക്തനാക്കുവാൻ, ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും ദൈവമല്ലോ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലെ. അങ്ങനെയല്ലേ പറഞ്ഞത്. നമുക്കതിനുള്ള ശക്തി നമുക്ക് തരും, മുമ്പോട്ട് പോകാൻ ദൈവം കൂടെയുണ്ട്. അപ്പം 15-ാമത്തെ വാക്യം തികഞ്ഞവർ
പൂർണ്ണതയിലെത്തുവാനായിട്ട് ശ്രമിക്കുക. തികയാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി തികഞ്ഞില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ പരിജ്ഞാനത്തിലേക്ക് അവർ മുന്നേറുന്നില്ല, അവര് ഇടയ്ക്ക് വെച്ച് പിന്തിരിഞ്ഞു പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അവര് ആ പരിജ്ഞാനത്തിലെത്തുവാൻ വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക. അവരും പ്രാർത്ഥിക്കണം, മറ്റുള്ളവരും പ്രാർത്ഥിക്കണം. 16, നാം പ്രാപിച്ച പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക, എത്തി എന്ന് കരുതരുതേ. അപ്പം എത്തിയത് കളഞ്ഞു അങ്ങ് പൂർണ്ണരായെന്നും തീർക്കല്, പക്ഷെ പ്രാപിച്ചത് കളഞ്ഞു പൊളിക്കുകയും ചെയ്യരുത്. മുമ്പോട്ട് തന്നെ പോവുക. ആ വഴി ലക്ഷ്യം ഒന്നായിരിക്കണം, ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, കുലുങ്ങാതെ ഉറപ്പുള്ളവരായി മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. നമുക്ക് 17-ാമത്തെ വാക്യത്തിലേക്ക് പോയി. 17-ാമത്തെ വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. പൗലോസ് പറയാണ് എന്നെ അനുകരിക്കണമെന്ന്. എന്നെ അനുകരിക്കണമെന്ന് പൗലോസ് ഇവിടെ മാത്രമല്ല, കൊരിന്ത്യർ ലേഖനം എടുക്കുന്നില്ല. 1-4-16 1 കൊരിന്ത്യർ 4-16 1 കൊരിന്ത്യർ 11-1 പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത് സ്വയം പ്രശംസയായി കരുതരുത്, അഹങ്കാരമായിട്ട് ഒന്നും കരുതുവാനായിട്ട് പാടില്ല. കാരണം ഇപ്പോൾ നമുക്ക് വചനം എഴുതി തന്നിട്ടത് കൊണ്ട് നമുക്ക് വചനം അനുസരിച്ച് നടക്കുവാനായിട്ട് കഴിയും, അല്ലെ വചനം വായിക്കുമ്പോൾ നമുക്കതെന്ന് മനസ്സിലാക്കുന്ന ദൈവം അത് വെളിപ്പെടുത്തി തരും. പക്ഷെ അന്ന് അവരൊക്കെ പ്രാർത്ഥനാ സമയത്ത് അല്ലെങ്കിൽ അവർ ജീവിച്ച സമയത്ത് വചനം അവർക്ക് അവൈലബിൾ അല്ലായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ മറ്റുള്ളവരുടെ മാതൃക കണ്ടായിരുന്നു അവർ പഠിച്ചത്, തങ്ങളെ നടത്തിയവരുടെ മാതൃക കണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ പഠിച്ചത്. അതുകൊണ്ടാ പൗലോസ് അങ്ങനെ പറയുന്നത്. ഇപ്പം പൗലോസ് ഈ ഫിലിപ്പി ലേഖനം എഴുതുന്ന സമയത്ത് അവരുടെ കയ്യിലില്ല, വചനങ്ങളൊന്നും അവർക്ക് എഴുതപ്പെട്ട് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. സ്വയം പ്രശംസ, അഹങ്കാരമോ പുകഴ്ചയോ ഒന്നുമായിട്ട് കരുതേണ്ട കാര്യമില്ല. പൗലോസ് പറയുന്നത് എന്നെ അനുകരിക്കും. കാരണം പൗലോസ് അവിടെ തെസ്സലോനിക്കയിലെ ഇവിടെ മാത്രമല്ല, തെസ്സലോനിക്കയിലും പറയുന്നുണ്ട്, എങ്ങനെ എന്നെ അനുകരിക്കണം, ദൈവപ്രസാദം ലഭിക്കാൻ തക്കണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ അതിലധികം വർദ്ധിച്ചു വരണം. എന്റെ മാതൃക പഠിപ്പീനെന്ന് പറയുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് എന്നെ മാതൃകയാക്കാനാണ് ഞാൻ എങ്ങനെ ജീവിക്കുന്നത്, രാമ്പൂലും അധ്വാനിച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്ന പോലെ. അപ്പം മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനാണ് എന്നതായിരുന്നു പൗലോസിന്റെ ജീവിതം. അതുകൊണ്ടാണ് പറയുന്നത് എന്നെ അനുകരിപ്പീൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ഫിലിപ്പി ലേഖനം 4-8-9 പൗലോസ് പറയുന്നുണ്ട് താൻ എങ്ങനെയായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്നോട് പഠിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. തന്റെ ജീവിതം എങ്ങനെയാണെന്ന് 8-ൽ നമുക്ക് കാണാം. തന്റെ വാക്കുകൾ എങ്ങനെയാണ്, തന്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് ഞാൻ വായിച്ചു പോകാം. 4-8-9. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. ചിന്തകൾ ആണ് നമ്മളുടെ ആദ്യം വേണ്ടതല്ലേ. നമ്മുടെ ചിന്തകളാണ് പ്രവൃത്തിയിലേക്ക് വരുന്നത്. ഒരുത്തന്റെ ചിന്ത എങ്ങനോ അതുപോലെ ആയിരിക്കും അവന്റെ ജീവിതവും. സാത്താൻ ആദ്യം നമ്മളെ പിടിച്ചടക്കുന്ന നമ്മുടെ ചിന്തകളെയാണ്. അതുകൊണ്ട് ചിന്തകൾ നമ്മുടെ ചിന്തകളിലെ വേറൊന്നും ഭരിക്കുവാനായിട്ട് ഇടയായി തരും. നമ്മുടെ മനസ്സിനെ വേണ്ടാത്ത ചിന്തകൾ ഭരിക്കുവാനായിട്ട് ഇടയായി തരും. എന്റെ പൗലോസ് സത്യം അവിടെ നമ്മൾ 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ 3-4 വാക്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ 2 സഹോദരിമാർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ കാണുന്നുണ്ട്, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സത്യമായതൊക്കെയും, സത്യം മാത്രം, ദൈവവചന സത്യങ്ങൾ മാത്രം, ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവേൻ. കാരണം നമ്മുടെ ചിന്തകളാണ് നാം ആരായിരിക്കുന്നു എന്ന് കാണുന്നത്. ആ ചിന്തകളാണ് നമ്മുടെ പ്രവൃത്തിപഥത്തിൽ ആയിത്തീരുന്നത്. അതുകൊണ്ട് പറയുക എന്ന് ചിന്തിച്ചോളൂ. നല്ലത് ചിന്തിച്ച് നമ്മൾ നല്ലത് പ്രവർത്തിക്കാം, തീയത് ചിന്തിക്കണം, നാം തീയത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡിന് പുറത്തുള്ളതായിരിക്കരുത്, അകത്തുള്ളത് മാത്രമേ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുക. അങ്ങനെ നിറച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് പൗലോസ് 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും
കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ 2-3 ക്ലാസ്സൊക്കെ മുമ്പ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, നമ്മുടെ ആ സമാധാനത്താലാണ് ദൈവം നമ്മെ കാക്കുന്നത്. നമ്മുടെ ചിന്തകൾ പരിധിക്ക് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ സമാധാനത്തെ കാക്കും. ഇങ്ങനെ ചിന്തകളൊക്കെ നല്ലതായി തീർന്നു കഴിഞ്ഞാൽ ആ ദൈവം നമ്മെ കാക്കും. ദുഷ്ടചിന്തകൾ നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയാത്തില്ല. ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നമ്മൾ നിറയ്ക്കണം. അതുകൊണ്ടല്ലേ 4-5-6 ഇങ്ങനെ പറയുന്നുണ്ട്, 6-7 അല്ലേ, ഒന്നിനെ കുറിച്ച് 5-6 ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാൽ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നോട് സ്തോത്രത്തോടെ അർപ്പിക്കരുത്, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിന്നെ ക്രിസ്തുയേശുവിൽ കാക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ചിന്തകളെ നിയന്ത്രിക്കണം. എന്തെങ്കിലും ചിന്ത വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ദൈവത്തിന്റെ പരിജ്ഞാനത്തെ വിരോധമായി ഉയരുന്ന എല്ലാത്തിനെയും ക്രിസ്തുവിന്റെ അനുസരണത്തിൽ പിടിച്ചടക്കണം. അങ്ങനെ അനുസരണത്തിൽ പിടിച്ചടക്കണം എന്ന് വെച്ചാൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവെ എന്റെ ചിന്തകളെയും വിചാരങ്ങളെയും കീഴടപ്പാൻ ആവശ്യമായ കൃപ എനിക്ക് തരണേ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ കീഴടക്കി ജീവിച്ചാൽ ദൈവത്തിന്റെ സമാധാനം കാക്കും. ദൈവത്തിന്റെ സമാധാനം കാവൽക്കാരനായി നമ്മോട് കൂടെയുണ്ട്. മറ്റു ചിന്തകളും എന്താ പറയുന്നത്, സാത്താന്റെ ആ തീയമ്പുകളൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഏകാതെ വണ്ണം വേറൊരു ചിന്തകളെ കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ കവർന്ന് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ സമാധാനം നമ്മളെ കാക്കും. എങ്ങനെയുള്ളവർക്കാ? ക്രിസ്തുവിനോട് കൂടെ വസിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തിന്റെ വലിയ സമാധാനം. ചിന്തകൾ നമ്മെ ഭരിക്കാൻ അനുവദിക്കാതെ ഹൃദയത്തിന് കാവലായി ദൈവത്തിന്റെ സമാധാനം നമ്മോട് കൂടെയുണ്ട്. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കതൊക്കെ പഠിക്കാം. ഇവിടെ പറയുന്നത്, നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയാണ്, അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്, നിങ്ങളും അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അങ്ങനെ ആയി തീരുവാനായിട്ട് കഴിയും. അപ്പോൾ പൗലോസ് പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല, ആ പെർഫെക്ഷനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. പെർഫെക്ഷനിലേക്ക് ഓടണമെങ്കിൽ നമ്മുടെ ചിന്തകൾ നേരെ ആയിരിക്കണം. അപ്പോൾ നമ്മുടേത് പ്രവൃത്തിയിലേക്ക് വരുവാനായിട്ട് ഇടയായി തരും. 1 കൊരിന്ത്യർ 11:1 ഇങ്ങനെയല്ലേ പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. പൗലോസ് ഇവിടെ പറയുന്നുണ്ട് എന്നെ അനുകരിപ്പിക്കുന്നു. പക്ഷേ ഏറ്റവും വലുത് എന്താ പറയുന്നത്? 11:1 പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ അങ്ങനെ നിങ്ങൾ ആയിരിക്കണം. എന്നെ വെറുതെ അനുകരിക്കാനല്ല, ഞാൻ ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്നത് പോലെ, ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നത് പോലെ, ഞാൻ ക്രിസ്തുവിന്റെ വചനം അറിയുന്നത് പോലെ, കർത്താവിനാൽ വെളിപ്പാട് ലഭിച്ച പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ലഭിച്ച പരിജ്ഞാനത്തിനനുസരിച്ചിട്ടാ ഞാൻ നടക്കുന്നത്. നിങ്ങളും നിങ്ങൾക്ക് ലഭിച്ച പരിജ്ഞാനത്തിനനുസരിച്ച് നിങ്ങളും നടക്കണം. അപ്പൊ ഇവിടെ പറയാം, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ ഞാൻ പ്രാപിച്ച പരിജ്ഞാനത്തിന് വെളിയിൽ ഞാൻ പോയിട്ടില്ല. ആ പരിജ്ഞാനം അനുസരിച്ച് തന്നെ അല്ലെ 3-ാം സർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് വെളിപ്പാടുകളുടെയും ദർശനങ്ങളുടെയും ആധിക്യം പ്രാപിച്ച പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം ദൈവത്തെ മനസ്സിലാക്കിയ പൗലോസ് പറയുകയാണ്, ഞാൻ ആ പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ നിങ്ങൾ അനുസരിച്ച് നടപ്പിൻ. അപ്പൊ എന്നെ അനുകരിപ്പിൻ. എന്നെ വെറുതെ അനുകരിക്കല്ല, ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. ഭയങ്കര ദൃഢതയോടാ പൗലോസ് പറയുന്നത് അല്ലേ. പഴയ നിയമത്തിലെ ഭക്തന്മാരും ഹിസ്കിയാവൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ദാവീദ് പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊന്ന് നോക്കിയേ, നമുക്ക് അങ്ങനെ പറയുവാനായിട്ട് കഴിയുമോ? നാം പ്രാപിച്ചതിൽ ആ പരിജ്ഞാനം അനുസരിച്ചാണോ നാം നടക്കുന്നത്? നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തെ നോക്കിയാൽ നമ്മെക്കുറിച്ച് ആർക്കെങ്കിലും നമുക്ക് ആരോടെങ്കിലും പറയാൻ കഴിയും എന്നെ അനുകരിച്ച് നടക്കാനല്ലേ? അത്രത്തോളം ദൃഢനിശ്ചയം നമുക്കുണ്ടോ? ഒരു വിശ്വാസം, കോൺഫിഡൻസ് നമുക്കുണ്ടോ എന്നെ അനുകരിച്ച് നടക്കാൻ ആരോടെങ്കിലും പറയാന്? പക്ഷെ നമ്മൾ ഈ വചനം വായിക്കുമ്പോഴൊക്കെ അത് നമുക്ക് മാതൃകയായി തരണം. പൗലോസ് അപ്പോസ്തലനെ പോലെ, ഹിസ്കിയാവിനെ പോലെ ആ ഒരു പരിജ്ഞാനം പ്രാപിച്ച് കർത്താവിനോട് ഹിസ്കിയാവ് പറയുന്നുണ്ട്, കർത്താവ് ഞാൻ നിന്റെ സന്നിധിയിൽ എത്ര നല്ലതായി വിശ്വസ്തയോട് നടക്കും നിനക്ക് അറിയുന്നില്ലയോ അല്ലേ? ദാവീദ് പറയുന്നുണ്ട്. അതുപോലെ നമുക്കും പറയുവാനായിട്ട് കഴിയുമോ? നാം ഓരോ ദിവസവും ചിന്തിക്കുക. ഓക്കെ, അപ്പം എന്നെ അനുകരിപ്പിൻ, ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ. പൗലോസ് തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനദി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. അപ്പം തൻ്റെ മാതൃക പിന്തുടരാൻ, കാരണം താൻ ക്രിസ്തുവിനെയാണ് അനുകരിക്കുന്നത്. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, കർത്താവിനെ വിശ്വസ്തനായി കണ്ട്
എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യരല്ല പൗലോസിനെ ശുശ്രൂഷ ഏൽപ്പിച്ചത്, കർത്താവ് വിശ്വസ്തനെന്ന് കണ്ട ആ ശുശ്രൂഷ ഏൽപ്പിച്ചത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം കർത്താവിനെ അനുകരിക്കുന്ന ഒരു മാതൃകയുള്ളവനാണ്. അപ്പൊ അതുപോലെ തന്നെ കാണാവുന്ന മാതൃക നമ്മളായിത്തീരണം. ഉപദേശം ഒരാളുടെ ഉപദേശം കേൾക്കുന്നത് മാത്രം പോരാ, അവര് ജീവിതവും കൂടി കാണാവുന്നത് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ ആയിത്തീരണം. നമ്മൾ പുൾപ്പിറ്റിൽ അനേകരെ കാണാറുണ്ടല്ലേ, വളരെ ഭയങ്കര നല്ല പത്യവചനമൊക്കെ സംസാരിക്കുന്നതാ അല്ലേ, നല്ല പത്യവചനമൊക്കെ ആയിട്ട് കർണരസം എന്ന് പറയില്ല, നല്ല ഉപദേശങ്ങളൊക്കെ സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ കുറെ കാലമൊക്കെ കഴിയുമ്പോൾ ചിലരുടെ ജീവിതം കട്ടപ്പുകയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലേ. നമ്മൾ കേൾക്കുക മാത്രമല്ല, നാം കേൾക്കുന്നത് ജീവിതത്തെ പ്രാവർത്തികമാക്കുവാനും അത് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനും കഴിയണം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുകരിക്കുന്നത് പോലെ, നടക്കാൻ പഠിക്കുന്നത് പോലെ, അങ്ങനെ നമ്മളും ആത്മീകമായി ആ മാതൃക, ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്നവരായി തീരണം. നമ്മൾ പഠിച്ചതിൽ പരിജ്ഞാനം പ്രാപിച്ച് ഉറച്ചു നിൽക്കുകയും അങ്ങനെ ജീവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ഇത്രയേ അറിഞ്ഞുള്ളൂ, അത് മതി. ആ അറിഞ്ഞതനുസരിച്ച് ജീവിക്കുക. പൗലോസ് 1 കൊരിന്ത്യർ 4:15-16 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെ ഇല്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത ജനിപ്പിച്ചു. അവിടെ അനേകം ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു, ദുരുപദേഷ്ടാക്കന്മാർ അനേകരും ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെ ഇല്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ സുവിശേഷത നിങ്ങളെ ജനിപ്പിച്ചത്. ആകയാൽ എൻ്റെ അനുകാരികളാകുവേൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ഇടയിൽ നടന്നത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. തെസ്സലോനിക്കലേഖനത്തിൽ പറയുന്നുണ്ട്, എന്നെ അനുകരിക്കേണ്ടത് എങ്ങനെ നിങ്ങൾ അറിയുന്നല്ലോ. ഞാൻ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെ ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങൾ ആർക്കും ഭാരമായി തീരതെന്ന് വെച്ച് രാവും പകലും വളരെ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടി ഞങ്ങൾ ദൈവത്തിന്റെ വചനം നിങ്ങളോട് സുവിശേഷം പകല് വേല ചെയ്ത് രാത്രി ദൈവത്തിന്റെ സുവിശേഷം പറഞ്ഞിട്ട് നിങ്ങളോട് കൂടെ ഇരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം ആ ഒരു മാതൃക കണ്ടുപഠിക്കാനായിട്ട് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം അനുകാരികളാകുവിൻ. ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകും. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്, മത്തായി 5:16 ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ നിങ്ങൾ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കേട്ടിട്ടല്ല, കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ലോകത്തിന്റെ വെളിച്ചമായി ദൈവം നമ്മെ ആക്കിയിരിക്കുക. നാം വെളിച്ചമില്ലാതിരുന്ന നമ്മുടെ ജീവിതത്തെ വെളിച്ചം ജീവിതത്തിൽ വന്നപ്പോൾ വെളിച്ചമായി തീരും. ആ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുകയും ചെയ്യണം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട്. അപ്പം നമ്മളുടെ നല്ല പ്രവൃത്തികളെ മറ്റുള്ളവർ കാണുവാനായിട്ട് ഇടയായി തീരണം. ഒരു ലീഡർ ക്രിസ്തുവിനെ നോക്കാൻ പറയുന്നത് മാത്രമല്ലാതെ ക്രിസ്തുവിന് അനുകാരിയായി ജീവിക്കുവാനും ശ്രമിക്കണം. അവര് മാതൃകയായി കാണിക്കണം. അപ്പം അതോടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവേൻ. അപ്പം മറ്റുള്ളവരെയും തന്നെ പോലെ തന്നെ കാണുന്ന പൗലോസിന്റെ ആ വിനയവും താഴ്മയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ പറയാം, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങളും എന്നെ അനുകരിക്കും. പക്ഷെ മറ്റുള്ളവരെ അനുകരിക്കുന്നൊന്നും പറയരുത്. ഞങ്ങളുടെ മാതൃക പ്രകാരം ഓരോ വാക്യം നമ്മൾ എത്ര ശ്രദ്ധയോട് വായിച്ചാൽ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ എന്നെ അനുകരിപ്പീൻ, അതുപോലെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരെയും അനുകരിപ്പീൻ. എന്നാൽ സുവിശേഷ വേല എന്ന് പറയുന്ന ഒരു ടീം വർക്കാ അല്ലേ. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ നിഗ്രഹമാണെന്ന് കൊരിന്ത്യലേഖനത്തിലൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പം ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്ന പൗലോസ്, തീമത്തിയോസ്, എപ്പഫ്രായിത്തോസ് അവരെല്ലാവരും ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ്. അവരെല്ലാവരും ക്രിസ്തുവിന്റെ മാതൃക കുറിക്കൊള്ളുന്നവരാണ്, അല്ലെ അനുസരിച്ച് നടക്കുന്നവരാണ്. എന്നെ അനുകരിക്കാൻ പറഞ്ഞതുപോലെ തന്നെ അവരെയും, ഞങ്ങൾ കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരെയും നിങ്ങൾ കുറിക്കൊള്ളുവീൻ എന്ന് പറയാം. ഇവിടെ മാതൃക എന്ന് പറയുന്ന പാറ്റേൺ, മുദ്ര എന്നർത്ഥം. അപ്പം സ്റ്റാമ്പ് അല്ലെങ്കിൽ അതേ രൂപം.
അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരാൾ മാത്രം, ലീഡർ മാത്രം സഭയിൽ മാതൃകയായിരുന്നാൽ പോരാ, മറ്റുള്ളവരും മാതൃകയായി തീർന്ന ഓരോ ദിവസവും സഭയിലെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. മുതിർന്നവർ ആ താഴെയുള്ളവർക്ക് അവരുടെ പരിജ്ഞാനം നിമിത്തം, ആ പ്രാപിച്ച പരിജ്ഞാനം അനുസരിച്ച് നടക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ആ മാതൃക കണ്ടുപഠിക്കാനായിട്ട് കഴിയും. മറ്റുള്ളവർക്ക് മാതൃകയായി തീരണം. ഞാനൊരു വലിയ ലീഡറൊന്നും അല്ല, ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് പറയുകയല്ല. നമ്മളെ കണ്ടിട്ട് മറ്റുള്ളവരും പഠിക്കുവാനായിട്ട് ഇടയായി തീരണം. നാം പഠിച്ചതിൽ നാം അത് പ്രവർത്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും അതേ മാതൃക പിന്തുടരുവാനായിട്ട് കഴിയും. ഇവിടെ കുറിക്കൊള്ളുവിൻ എന്നാ പറഞ്ഞേക്കുന്നത്. കുറിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ ഒബ്സർവ്, സൂക്ഷിച്ചു നോക്കുവേൻ. വെറുതെ നോക്കിയല്ല, ലക്ഷ്യം വെച്ച് നോക്കുക, പഠിക്കാനായി നോക്കുക. അപ്പം മറ്റുള്ളവർ പഠിക്കാനായി നമ്മയും കൂടെ നോക്കണം. അപ്പൊ കുറിക്കൊള്ളുവേൻ. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ വാക്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ എന്തൊക്കെ നോക്കണം? പൗലോസിന്റെ താഴ്മ കാണുവാനായിട്ട് കേട്ടു. ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല, ആ താഴ്മ നിങ്ങളിൽ ഉണ്ടായിരിക്കും. ലക്ഷ്യം ക്രിസ്തുവാ അല്ലേ. ബാക്കിയെല്ലാം ചവറെന്നാ പൗലോസ് എണ്ണുന്നത് അല്ലേ. അപ്പം കൂടെയുള്ളവരും അങ്ങനെയുള്ളവർ തന്നെയാ. അപ്പൊ ഞങ്ങളുടെ മാതൃക അല്ലെ, എൻ്റെ മാതൃക ഇതാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും മാതൃക ഇതാണ്. അപ്പൊ ഞങ്ങളുടെ താഴ്മ നോക്കണം, ഞങ്ങളുടെ നമ്മൾ പൗലോസിനെയും തിമത്തിയോസിനെയും എപ്പഫ്രായിത്തോസിനെ കുറിച്ചൊക്കെ പഠിച്ചതല്ലേ 2-ാം അധ്യായത്തിൽ. ക്രിസ്തുവിന്റെ മാതൃകയുള്ളവര്, ക്രിസ്തുവിന്റെ ഭാവമുള്ളവർ അവരെല്ലാവരും അല്ലേ. അതുകൊണ്ട് ലക്ഷ്യമാരായിരിക്കും ക്രിസ്തുവാണ്, ബാക്കിയെല്ലാം ചവറ്. ഓട്ടം എങ്ങോട്ടുള്ളതാ? മുമ്പിലേക്കുള്ള ഓട്ടമാണ്. പിമ്പോട്ടോ വശങ്ങളിലൊക്കെ ഉള്ള ഓട്ടമല്ല, മുമ്പോട്ടുള്ള ഓട്ടം. അപ്പോൾ ഓട്ടത്തിന് എന്ത് വേണം? സ്ഥിരത വേണം, മുറുകെ പിടിക്കണം, സ്ഥിരതയോടെ ഓടുന്നവരായി തീരണം. നമ്മൾ ഹീബ്രൂസ് 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളെ ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവേൻ. അതൊക്കെ നമ്മൾ ഓർക്കും. പക്ഷെ ഇവിടെ പറയുന്നുണ്ട്, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പേൻ. അവരുടെ ജീവിതത്തിന്റെ ആദ്യവും ഇടയ്ക്കും നോക്കിയിട്ടല്ല അവരെ അനുകരിക്കേണ്ടത്, അവരുടെ ജീവാവസാനമോട് ഓർത്ത് അവരെ അനുകരിപ്പിക്കും. നമ്മള് ഹീബ്രൂസ് ഒക്കെ പഠിച്ചതായിരുന്നു. ഇസ്രായേൽ മക്കള് നല്ല തപ്പോടും വീണയോടും എല്ലാം കൂടിയാ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത് അല്ലേ. പിന്നെ ചെങ്കടലൊക്കെ കടന്ന് ഇങ്ങനെ എത്തി. മരുഭൂമിയിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തെ പെറുവിറുക്കാൻ തുടങ്ങിയല്ലേ. പക്ഷെ അതുകൊണ്ട് ഒറ്റ മനുഷ്യരെന്ന് പറയാക്കത്തില്ല, യോശുവയും കാലേബും ഒഴിച്ച് ഒരു മനുഷ്യർ പോലും അവിടെ എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഇടയ്ക്ക് വെച്ച് അവരുടെ ഓട്ടം തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പലരുടെയും തുടക്കം നല്ല കെങ്കേമമായിരിക്കും, തുടർച്ചയും കുറച്ചൊക്കെ കെങ്കേമമായിരിക്കും, പക്ഷേ ഇടയ്ക്ക് വെച്ച് മാറിപ്പോകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവരുടെ നിങ്ങളെ നടത്തിയവരെ ഓർക്കണം, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീനെന്ന് പറയുന്നതാണ്. അപ്പം നമ്മളും അങ്ങനെ ആയിത്തീരണം. നമ്മളുടെ ആദ്യത്തെ തുടക്കത്തേക്കാൾ നല്ലത് അവസാനമായിരിക്കണം. അതുപോലെ സ്ഥിരതയോടെ ഓടിയാൽ മാത്രമേ അങ്ങനെ അകനായി തീരുകയുള്ളൂ. അപ്പൊ ജീവാവസാനം നമ്മുടെ നല്ലതായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ മാതൃകയാക്കണം. അതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് മാതൃകയായി തീരണം. എന്തുകൊണ്ടാണ് മാതൃക ആക്കണമെന്ന് പറയുന്നത്? താഴെയുള്ള വാക്യങ്ങളിൽ പൗലോസ് 2 കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നവര്. രണ്ടാമത്തെ കൂട്ടരെ ക്രിസ്തുവിന്റെ അനുകാരികളായിട്ട് നടക്കുന്നവര്. അപ്പം ക്രൂശിന്റെ ശത്രുക്കളെ നിങ്ങൾ അനുകരിക്കരുത്. അവിടെ പറയുന്നുണ്ട്, അവരെ ഭൂമിയിലെ കാര്യം ചിന്തിക്കുന്നു, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറെ, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവരെ ഭൂമിയുള്ളതാ ചിന്തിക്കുന്നത്. അവരെ ആരെയും നിങ്ങൾ അനുകരിക്കരുത്, അല്ലെങ്കിൽ അനുഗമിക്കരുത്. അവര് ചക്കരവാക്കും മുഖസ്തുതിയും പറയുന്നവരായിരിക്കാം, കണ്ണരസമാകുമാർ സംസാരിക്കുന്നവരായിരിക്കാം, പക്ഷെ അവർ ക്രിസ്തുവിനെ അല്ല സംസാരിക്കുന്നത്. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെ, ക്രിസ്തുവിന് മാതൃകയായിരിക്കുന്നവരെ, ക്രിസ്തുവിനെ പിന്തുടരുന്നവരെ നിങ്ങൾ അനുകരിക്കുക. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലും ഒന്നുമല്ല, തീമോഥെയോസിന്റെ ലേഖനത്തിലും എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ അനുകരിച്ച് നടപ്പിൻ. അവിടെ അനുകരിച്ച് നടക്കുമെന്ന് പറയുന്നില്ലെങ്കിലും ചില വാക്യങ്ങൾ അങ്ങനെയുള്ള നമുക്ക് കാണുവാനായിട്ട്. ഒരു വാക്യം വായിച്ചു പോകാം. 2 തീമോഥെയോസ് 3:10-11. നീയോ 2 തീമോഥെയോസ് 3:10, നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും
കേട്ടറിഞ്ഞെന്നല്ല പറയുന്നത്, കണ്ടറിഞ്ഞിരിക്കുന്നു. എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, അതൊക്കെ എങ്ങനെയൊക്കെ കണ്ടറിയുന്നത്? അപ്പൊ കൂടെ നടന്നിട്ട് ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പൗലോസിനെ കണ്ട് അവിടെ അവിടെ കണ്ടറിഞ്ഞിരിക്കുന്നെന്നാ പറയുന്നത്. അപ്പം കണ്ടറിയണമെങ്കിൽ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്നവരായിരിക്കണം. അപ്പം പൗലോസ് പറയുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, വചനത്തിൽ ക്രിസ്തുവിന്റെ മാതൃക അനുസരിച്ചവനായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളും നമ്മളെ തന്നെ ഒന്ന് നോക്കുക. നമ്മൾ ആരെയാണ് അനുകരിക്കുന്നത്? നമ്മൾ ആർക്കെങ്കിലും മാതൃകയായി തീരുന്നുകൊണ്ട് എന്നെ അനുകരിപ്പിനെന്ന് നമുക്ക് കോൺഫിഡൻസോടെ പറയുവാനായിട്ട് കഴിയുമോ? ക്രിസ്തുവിനെ പൂർണ്ണമായും അനുകരിക്കുവാൻ നമുക്ക് കഴിയുമോ? അനുകരിക്കുക എന്നല്ല, അനുരൂപമായി തീരുവാൻ നമുക്ക് കഴിയുക. നാം മറ്റുള്ളവരുമായി കണക്റ്റഡ് ആയിരിക്കണം. ഞാൻ എൻ്റേത് മാത്രം എന്ന് ചിന്തിക്കുകയല്ല, ഞാൻ പഠിച്ചത് മാത്രം എൻ്റെ ഉള്ളിലിരിക്കട്ടെ എന്ന് വിചാരിക്കുകയല്ല. നാം പഠിക്കുന്ന അറിവ് മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കാനായിട്ടിരിക്കണം. അതിപ്പം സ്റ്റഡി എടുക്കാനോ പ്രസംഗിക്കാനോ ഒന്നും കഴിവില്ല. എല്ലാവർക്കും കഴിവുണ്ട്, പക്ഷെ കഴിവണമെന്നൊന്നും അല്ല, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് പറയുവാനോ അവർക്ക് ഇച്ചിരി പരിജ്ഞാനം വരുന്നതായ വാക്കുകൾ പറഞ്ഞു കൊടുക്കാനോ നമുക്ക് കഴിയണം. നാം പഠിച്ചത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അതുപോലെ എല്ലാവരും മറ്റുള്ളവരിൽ നിന്ന് നാം കോപ്പി ചെയ്യുവാനും ഇടയായി തീരരുത്. കാരണം ഡിസേൺമെന്റ് ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മൾ അറിഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അനുകരിക്കേണ്ടത്. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ദൈവത്തിന്റെ ഹോളി സ്റ്റാൻഡേർഡിൽ നിന്ന് പുറത്തു പോകുവാനായിട്ട് പാടില്ല. നമ്മൾ ചിലപ്പോൾ നല്ല വചനങ്ങളൊക്കെ കേൾക്കുന്ന നല്ല കർണരസമാകുമാറ് വാക്യങ്ങളൊക്കെ പറയുന്നവരായിരിക്കാം. പക്ഷെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കാര്യങ്ങളെ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ ഒട്ടും വിട്ടുപോകാനായിട്ട് ഇടയായിട്ടില്ല. അവർ ചെയ്യുന്ന അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഡിസേൺമെന്റോടുകൂടെ, വിവേചന ശക്തിയോടെ, ഞാൻ പറയാവുന്ന പോലെ നമ്മൾ ജ്ഞാനം പ്രാപിപ്പാനും പരിജ്ഞാനം പ്രാപിപ്പാനും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ വിവേചനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. വിവേചനത്തിലുള്ള കൃപ നമുക്ക് തന്നാൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കേണ്ടതാകുന്നു. പൗലോസോടെ പറയുന്നു, എന്നെ അനുകരിപ്പീൻ, ഞങ്ങൾ കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരെയും അനുകരിപ്പിൻ. നമ്മളെയും മറ്റുള്ളവർ അനുകരിക്കാൻ നാം മാതൃകയായി തീരണം. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി തീരുകയും നമുക്കും മറ്റുള്ളവർ മാതൃകയായിരിക്കാനും ഇടയായി തീരണം. അല്ലെ? നമ്മൾക്ക് മാതൃകയാകുന്നവരും നമ്മെ മാതൃകയാക്കുന്നവരും ഉണ്ടായിരിക്കണം. അത് മനസ്സിലാക്കണം. രണ്ട് രീതിയിലും വേണം കേട്ടോ. ഓക്കെ, നമുക്ക് 18-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 18-ാമത്തെ വാക്യം, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേക ക്രിസ്തുവിന് ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ ഞാൻ കരഞ്ഞും കൊണ്ട് പറയുന്നു. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ കരഞ്ഞും കൊണ്ടാണ് പറയുന്നത്. അപ്പം പൗലോസ് കരയാൻ കാരണമായി തീർന്ന കാര്യങ്ങളെ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതാണ്. കാരണം പൗലോസ് തന്റെ ചങ്ങലകളിലായിരുന്നിട്ട് പൗലോസ് കരഞ്ഞിട്ടില്ല. അത് കരഞ്ഞെന്ന് പറയുന്നതേ ഇല്ല, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടോ പൗലോസ് കരഞ്ഞ് തന്റെ ചങ്ങലതയെ കുറിച്ച് വിഷമിച്ചു, താൻ തടവറയിലായിരിക്കുമ്പോൾ താൻ കരഞ്ഞു, അല്ലെങ്കിൽ തനിക്ക് ഉപദ്രവം ഏറ്റിട്ട് താൻ കരഞ്ഞു എന്ന് എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? പക്ഷെ താൻ കരഞ്ഞ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് അത്രത്തോളം ദുഃഖിക്കാൻ കാരണം സീരിയസ് ആയ കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത്? ചില ക്രൂശിന്റെ ശത്രുക്കളായിട്ട് നടക്കുന്നു. ക്രിസ്തുവിന്റെ പാതയിലേക്ക് വരാതെ മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നവരായിട്ട് നടക്കുന്നുണ്ട്. ദുരുപദേഷ്ടാക്കന്മാർ, നാശത്തിലേക്ക് തിരിക്കുന്നവർ, മറ്റുള്ളവരെ തങ്ങളെ അനുകരിപ്പാൻ പറയുന്നവർ, ഇവരുടെ അവസാനം പോലെ അവരെ അനുകരിക്കുന്നവരും ആയിത്തീരും. ഇത് നിത്യജീവന്റെ പ്രശ്നമായതുകൊണ്ടാ. കാരണം മറ്റാണെങ്കിൽ പൗലോസിന് കുഴപ്പമില്ല. ഈ ലോകത്തിലെ മരണമാണെങ്കിൽ കുഴപ്പമില്ല. താൻ ചങ്ങലയേറ്റാലും താൻ കഷ്ടം അനുഭവിച്ചാലും കല്ലേറ് കൊണ്ടാലും ഉപദ്രവം സഹിച്ചാലും താൻ മരിച്ചുപോയാലും വലിയ പ്രശ്നമൊന്നുമില്ല പൗലോസിന്. അതിന് താൻ കരയത്തില്ല. കാരണം താൻ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ താൻ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും. പക്ഷേ ഇവിടെ വേറെയാണ്. ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നവർ ക്രിസ്തുവിന്റെ മാർഗത്തിൽ നിന്ന് അനേകരെ പിന്തിരിച്ചു കളയുന്നവരാണ്. അത് നിത്യനാശമാണ് അവരുടെ അന്തം പോലെ മറ്റുള്ളവരുടെയും അന്തമായി തീരരുത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ കരഞ്ഞും കൊണ്ട് പറയുന്നു. അത്
നിത്യജീവന്റെ പ്രശ്നമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്. താൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. തന്റെ തടവറയെക്കുറിച്ച് ഒരിക്കലും കരഞ്ഞിട്ടില്ല. നമുക്കറിയാം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് അനുഭവിച്ച ദുഃഖങ്ങളെയും പ്രയാസങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ആപത്തുകളെ കുറിച്ചൊക്കെ പറയുന്നു. അവിടെയും താൻ കരഞ്ഞിട്ടില്ല. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 29 വരെയുള്ള 9 മുതലുള്ള വാക്യങ്ങളിലും ഇത് തന്നെ കാണുവാനായിട്ട് കഴിയും. അവിടെയും കള്ളോപദേഷ്ടാക്കന്മാർ വന്നു. അതുകൊണ്ട് പൗലോസ് കരഞ്ഞുകൊണ്ട് അവരോട് പറയുന്നുണ്ട്. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 29. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. എന്താ? ദുരുപദേഷ്ടാക്കാൻ വന്നിട്ട് നിങ്ങളെ ക്രിസ്തുവിന്റെ പാതയിൽ നിന്ന് തിരിക്കുവാനായിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ളവർ വരും, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ അത് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. കാരണം ശത്രു പുറത്തല്ല, അകത്ത് തന്നെയാണ്. നിങ്ങളുടെ ഇടയിൽ നിന്ന്, ഗലാത്യലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ. നമ്മള് ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, തീത്തോസിനോടും ബർന്നബാസിനോടും കൂടെയൊക്കെ പൗലോസ് അവിടെയൊക്കെ പോയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആർക്കും വഴങ്ങിക്കൊടുത്തില്ല, പ്രമാണികൾക്കൊന്നും വഴങ്ങിക്കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാര് ചിലര് യാക്കോബിന്റെ അടുക്കൽ നിന്ന് വന്നിട്ട് പത്രോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്ത്യോക്യയിൽ വെച്ച് പത്രോസിനോട് അഭിമുഖമായി സംസാരിച്ച് എതിർത്ത് നിന്നൊക്കെ പറയുന്നുണ്ടല്ലേ. 2 അപ്പോസ്തലന്മാർ തമ്മിലുള്ള വാഗ്വാദങ്ങൾ അവിടെ കണ്ട. എന്തുവാ? ആ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് താൻ ജാതികളോടുകൂടെ തിന്നുന്നത് നിർത്തിവെച്ചു. ആ പരിച്ഛേദനക്കാർ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേ, യഹൂദന്മാരവിടെ വന്നു കഴിഞ്ഞപ്പോഴേ, ആ സത്യത്തിൽ നിന്ന് അകന്നു പോകുന്ന പത്രോസിനെ കണ്ടപ്പോൾ പത്രോസിനോട് ശാസിക്കുന്ന പൗലോസിനെയാണ് കാണുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ തന്നെ ഉള്ളവര്, അപ്പൊ നുഴഞ്ഞു വന്നവര്, മറ്റുള്ളവരെ നമുക്കറിയാം. പൗലോസിനെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ബർന്നബാസ് പോലും പൗലോസിനോട് കൂടെ നടന്ന, തൻ്റെ മിഷണറി യാത്രയിലെ കൂടെ നടന്ന ബർന്നബാസും തന്നെ അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം നമുക്ക് എത്രമാത്രം നമ്മളെ തന്നെ ഒന്ന് നോക്കണം അല്ലേ, നമ്മൾ എത്രത്തോളം തെറ്റിപ്പോകുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് പറയുന്ന ശത്രു അകത്താണ്, പുറത്തൊന്നും അല്ല, അത് അകത്ത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു എന്ന് പറയുന്നു. അവരുടെ അവസാനം നാശമാണ്. അവരുടെ ദൈവം വയറാണ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നതാണ്. അതുപോലെ യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, അവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. ആരാണ് ഈ ശത്രുക്കൾ? ക്രൂശിന്റെ ശത്രുക്കൾ. അവരുടെ നമുക്കറിയാം, യഹൂദ മതാനുസാരികളെ കുറിച്ചാണ് ഗലാത്യലേഖനത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ അവിടെ രക്ഷയ്ക്ക് ക്രിസ്തു മാത്രം പോരാ എന്ന് പ്രസംഗിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്നവർ, വിശ്വാസം മാത്രമല്ല പ്രവൃത്തികളാണ് അവർക്ക് ആധാരമായിരിക്കും. പ്രവൃത്തി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പൗലോസ് ഉദ്ദേശിക്കുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവർ, കൃപയെ വ്യർത്ഥമാക്കുന്നത്. കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞത്, മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നു, മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു, മറ്റൊരു ആത്മാവിനെ പ്രസംഗിക്കുന്നു. അങ്ങനെയുള്ളവർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്ന വെളിച്ചദൂതന്മാർ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ക്രൂശിന്റെ വഴി അവർക്ക് വേണ്ട. അവർക്ക് താഴ്മ വേണ്ട, ത്യാഗം വേണ്ട, സഹനം വേണ്ട, ഒന്നും വേണ്ട. മരണമൊന്നും അവർക്ക് വേണ്ട. മഹത്വം വേണം, ക്രിസ്തുവിനെ വേണ്ട, ക്രൂശിനെ വേണ്ട. ക്രിസ്തുവിന്റെ പേര് പറയുന്നെങ്കിലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവർ അന്വേഷിക്കുന്നില്ല, അവർ ആഗ്രഹിക്കുന്നുമില്ല. വേറൊരു ക്രൂശിനെ പ്രസംഗിക്കുന്നു, വേറൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അല്ലെ. പാപത്തെ ജയിക്കുന്ന ക്രൂശിന്റെ ശക്തി അവർക്ക് വേണ്ട. പാപം വിടാനുള്ള താല്പര്യവും അവർക്കില്ല. പാപത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്ന ഒരവസ്ഥ. ക്രൂശിന്റെ അവമാനം സഹിപ്പാൻ അവർ ഇച്ഛിക്കുന്നെങ്കിൽ അതിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ക്രൂശിന്റെ ഉപദ്രവം സഹിക്കാതിരിക്കാൻ നിങ്ങൾ പരിശീലനം അവർ നിർബന്ധിക്കുന്നതേ ഉള്ളൂ അല്ലേ. അവര് ക്രൂശിന്റെ വഴി പിന്തുടരുന്നെന്ന് പറയുന്നെങ്കിലും ക്രൂശിന്റെ വഴി പിന്തുടരാത്തവരാണ്. അവരാ ക്രൂശിന്റെ ഉപദ്രവം സഹിപ്പാൻ അവരെ, ക്രൂശ് നിമിത്തമുള്ള ഇടർച്ച സഹിപ്പാൻ അവരെ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ലോകത്തിന്റെ കയ്യട വേണം, മനുഷ്യരുടെ പ്രശംസ വേണം. അവരുടെ സ്വഭാവം എന്താണെന്ന് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാനുള്ള 4 അടയാളങ്ങളാണ് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്ന് വായിച്ചു പോകാം. അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 3:19. അത് അവരുടെ അവസാനം നാശം.
അവരെ തിരിച്ചറിയാനുള്ള 4 വഴികൾ, അല്ലെങ്കിൽ 4 അടയാളങ്ങൾ. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അപ്പം നമ്മൾ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അറിയുവാനായിട്ട് കഴിയും അവരുടെ അവസാനം എന്താണെന്ന്, അവരെങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം അവരുടെ അവസാനം നാശം, നാശം എന്ന് ഉദ്ദേശിക്കുന്നത് നിത്യനാശം. അപ്പം നിത്യനാശം, നിത്യദണ്ഡനത്തിലേക്ക് പോകുന്നവരെ, മരണത്തിലേക്ക് പോകുന്നവരെ, ഇപ്പോൾ അവർ ചിരിക്കുന്നു, അവസാനം അവർ കരയേണ്ടവർ, എന്നേക്കുമായുള്ളൊരു നാശം സംഭവിക്കുന്നു. ഇപ്പോൾ അവർ ഈ ലോകത്തിന്റെ എല്ലാത്തിലും പ്രശംസിക്കുന്നു. ക്രൂശിനെ പ്രസംഗിക്കുന്നുവെങ്കിൽ ക്രൂശിന്റെ ഉപദ്രവം സഹിക്കാനായിട്ട്, അല്ലെങ്കിൽ ക്രൂശിൻ നിമിത്തമുള്ള ഇടർച്ച ഏൽപ്പാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അവർ തങ്ങളുടെ മഹത്വവും തങ്ങളുടെ മാനവുമാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ അവസാന നാശം. അവരെക്കുറിച്ച് ഈ മത്തായി 7:21-22 കർത്താവ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം, വായിക്കാം. മത്തായി 7:21-22-23 വാക്യങ്ങൾ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കും, പക്ഷെ പ്രവൃത്തി ചെയ്യുന്നില്ല. കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്തു പറയും. ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അനുകാരികളായി നടക്കുന്നവർ, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ, അതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവർ, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന എല്ലാം ഒന്നും ദൈവത്തിന്റെ പ്രവൃത്തിയല്ല നമ്മൾ മനസ്സിലാക്കണം. മോശ ഫറവോന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ ഫറവോന്റെ സന്നിധിയിലുള്ള മന്ത്രവാദികളും മോശ ചെയ്ത പോലെയൊക്കെ ചെയ്തു. അതുകൊണ്ട് എല്ലാം ക്രിസ്തു നിന്നുള്ളതാണെന്ന്, ആ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ആരും ചിന്തിക്കരുത്. അവർ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, സാത്താനും അത് ചെയ്യുവാനായിട്ട് കഴിയും. അത് കൂടുതൽ ക്രിസ്തു ദൈവത്തെക്കാൾ ഈ ലോകത്തിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന ഇപ്പം സാത്താനാണ്. അതുകൊണ്ട് അവരുടെ അവസാനമൊക്കെ നാശമായിരിക്കും. കാരണം അങ്ങനെ കാണിക്കുന്നത് കൊണ്ടല്ലേ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടല്ലേ അവരുടെയിലേക്ക് അനേകർ കടന്നു ചെല്ലുന്നത്. അവരുടെ എല്ലാ അവസാനം നാശമാണ്, മനസ്സിലാക്കണം. 1:28 ഈ വാക്യം ഉപയോഗിച്ചത്. ഫിലിപ്പിയർ 1:28 അവരുടെ നാശം എന്നവിടെ പറയുന്നുണ്ട്. അതേ വാക്യം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സന്തോഷവും സുഖലോലുപതയുമാണ് അവരുടെ ലക്ഷ്യം. ഓക്കെ, അവരുടെ അവസാനം നാശമായി തീരും. ഇനി അവരുടെ ദൈവം വയറ്. വയറെന്ന് പറയുന്ന, ഇവിടെ വയറെന്ന് പറയുന്നെങ്കിൽ ഒരു ബ്രോഡ് മീനിങ് ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ബോഡി, മൈൻഡ്, സോളിനെ തൃപ്തിപ്പെടുത്താനുള്ള, ജഡത്തെയും മനസ്സിനെയും പ്രാണനെയും ഒക്കെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ എന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും. ആഗ്രഹം, ഇന്ദ്രിയ സുഖം എന്നിവയിൽ ആശ്രയിക്കുന്നവർ, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. പണം, ഭക്ഷണം, സെക്സ്, പ്രശസ്തി, സുഖം എന്നിവയാണ് അവരുടെ ദൈവം. അപ്പം പണവും പ്രശസ്തിയും സുഖവും ഒക്കെയാണ് അവരുടെ ദൈവം എന്ന് പറയുന്നത്. ഫ്രഷ്ലി ഡിസയേഴ്സിനും അവരുടെ പ്രശംസയ്ക്കും പ്രശസ്തിക്കും ഉള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുകയും അത് തന്നെ പ്രസംഗിക്കുകയും ചെയ്യും. അങ്ങനെയായി തീരുവാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ ആ രീതിയിലേക്ക് തിരിക്കുകയും ചെയ്യും. അൺഗോഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നതും പ്രശംസിക്കുന്നതും. സ്വയം പ്രശംസ, ചാരിറ്റി എന്നിവ ഇതിനെ മറയാക്കി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കീശ നിറയ്ക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ചില പ്രസംഗിക പുൽപ്പിറ്റിലൊക്കെ കേൾക്കുന്ന ഇതാണ്, ചാരിറ്റി ചെയ്യുന്നവരുണ്ട് അല്ലേ, അനേകം ചാരിറ്റികൾ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരോട് പണം ചോദിക്കും. അതുപോലെ തന്നെ തങ്ങൾ പോയ കാര്യങ്ങൾ, സ്ഥലത്തെക്കുറിച്ച് മാത്രം പറയും, ദൈവവചനം പറയാതെ അല്ലേ, തങ്ങളുടെ ആ ഒരു എന്താ പറയുന്നത്, സാക്ഷ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ അവിടെ പോയപ്പോൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ആ സമയത്ത് സത്യവചനം അവർ പറയത്തില്ല. അങ്ങനെ പ്രശംസിച്ച് മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുകയും അവരുടെ കീശ വീർപ്പിക്കുകയും ചെയ്യുന്ന അവസരമായിരിക്കും. അപ്പൊ അവരുടെ ദൈവം വയറാണ്. നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ നാം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന എന്തിനാണെന്ന് നമ്മെ തന്നെ തിരിഞ്ഞു നോക്കുക. നമ്മുടെ ജോലിയെ, കുടുംബം, പണം, നമ്മുടെ മീഡിയ, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ദൈവമായി ഇരിക്കാറുണ്ടോ? നാം ദൈവത്തെക്കാൾ അധികമായി, ജീവനുള്ള സത്യ ദൈവത്തെക്കാൾ അധികമായി നമ്മുടെ ജീവിതത്തിൽ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു? അതെല്ലാം ദൈവമാണ്. ഇവിടെ പറയുന്ന അവരുടെ ദൈവം വയറ് എന്ന് പറയുന്നത്, നമ്മുടെ ദൈവം ആരാ? നമ്മുടെ മക്കളാണോ നമ്മുടെ ദൈവം?
എന്ന് പറഞ്ഞാൽ മക്കളെ ആരാധിക്കുന്നല്ല ഞാൻ പറയുന്നത്. അല്ല, നമ്മുടെ മറ്റുള്ളവരെ ആരാധിക്കുക എന്നല്ല പറയുന്നത്. നാം ദൈവത്തെക്കാൾ അധികമായി അവരെയാണോ സ്നേഹിക്കുന്നത്? അല്ല, നമ്മുടെ സ്വയമായി തീരാൻ നമ്മുടെ ദൈവം അല്ലേ? ദൈവത്തെക്കാൾ അധികമായി നാം നമ്മെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നുവോ? നമ്മുടെ ഭൗതിക കാര്യങ്ങൾ ചിന്തിക്കുന്നോ? നമ്മുടെ ജഡീക കാര്യങ്ങൾ ചിന്തിക്കുന്നോ? സൗന്ദര്യവർദ്ധകത്തിനുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുവോ? ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവം അതാണ്. നാം എന്തിനു വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നോ, നമ്മുടെ ഏകാഗ്രത എന്തിലേക്കാണോ, അതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പൊ അവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മെക്കുറിച്ച് എങ്ങനെ പറയണം? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ ദൈവം ആരാണ് എന്ന് വായിക്കുക. അപ്പൊ ആ ദൈവത്തിന്റെ ഹോളി സ്റ്റാൻഡേർഡ് എന്നുള്ളത് അവർക്ക് പ്രശ്നമേ അല്ല. തങ്ങൾക്ക് പ്രശംസിക്കും, തങ്ങളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി, തങ്ങളുടെ പോക്കറ്റ് വലുതാക്കുവാൻ വേണ്ടി അവരെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇനി അവര് എന്തോ ചിന്തിക്കുന്ന നാലാമതായിട്ട് അവർ ചെയ്യുന്ന ഒന്ന്, അവരുടെ അവസാനം നാശമാണ്, അവരുടെ ദൈവം വയറാണ്. മൂന്നാമതായി, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ലജ്ജിക്കേണ്ട കാര്യങ്ങൾ അവർക്കത് ചെയ്താൽ മറ്റുള്ളവർക്ക് ലജ്ജ തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്യുവാൻ അവർക്ക് മടിയില്ല. നമ്മള് ഗലാത്യ ലേഖനത്തിൽ പറയുന്നില്ല, അവർ ഗൂഢമായി ചെയ്യുന്ന പറയുവാൻ പോലും ലജ്ജയാകുന്നു പറയുന്നുണ്ടേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പം പാപം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു കാര്യമേ അല്ല, അത് പരസ്യമായി പറയാം. പണ്ടൊക്കെ പാപമൊക്കെ ചെയ്തവര് മറച്ചു വെക്കുകയാണ്, ഇത് അതൊന്നുമില്ല. ഇപ്പൊ അത് പരസ്യമായി പറയാനൊന്നും ഒരു പ്രശ്നമില്ല. ദൈവത്തിന്റെ ഹോളി സ്റ്റാൻഡേർഡിന് എതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയുവാനായിട്ട് നമുക്കറിയാം. സെയിം സെക്സ് മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനൊന്നും യാതൊരു പ്രശ്നമില്ല. ലിവിങ് ടുഗദർ അങ്ങനെ പറയാനൊന്നും അവർക്കൊന്നും പുൽപ്പിറ്റുകളിൽ പോലും പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വന്നിരിക്കുന്നത്. അത് പാപമാണെന്ന് അംഗീകരിക്കാൻ പോലും അവർക്ക് മനസ്സാകുന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ആയിത്തീരുകയാണ് ചെയ്യുന്നത്. നാമും അവരെ പോലെ ആകരുതേ. അപ്പം ദൈവത്തിന്റെ ഹോളി സ്റ്റാൻഡേർഡ് ഒന്നും അവർക്ക് പ്രശ്നമില്ല. അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിനകത്ത് അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, ലോകത്തിന്റെ സ്റ്റാൻഡേർഡിലോട്ട് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ലോകത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് മാറുന്നൊരവസ്ഥ, തെന്നി മാറിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ, വഴിവെഴുപ്പിലായിരിക്കുക. എപ്പോൾ വേണമെങ്കിലും പൂർണ്ണമായും അങ്ങനെ മാറിപ്പോകാൻ ആ എന്താ ആയിത്തീരുവാനായിട്ട് സാധ്യമായി തീരും. അപ്പം നമ്മൾ അതിലേക്ക് തിരിയരുത്, നമ്മളത് കേൾക്കരുത്. നാം ദൈവത്തിന്റെ വചനത്തിൽ ശ്രദ്ധിക്കുക, വചനം പഠിക്കുക, ഉറപ്പുള്ളവരായി തീരുക, നാം പഠിച്ചതിൽ ഉറയ്ക്കുക. അങ്ങനെ പോയാൽ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. ലോകത്തിൽ ജീവിക്കാൻ കഴിയും ലോകരെ പോലെ. പക്ഷെ ക്രിസ്തുവിനെ പോലെയോ ആത്മീയരെ പോലെയോ വിശ്വാസികളായിട്ടോ ജീവിക്കാൻ കഴിയണമെങ്കിൽ നാം വചനം അറിഞ്ഞതിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ജീവിക്കാം, എങ്ങനെ വേണേലും ജീവിക്കാം. പക്ഷെ ദൈവത്തിന്റെ ഹോളി സ്റ്റാൻഡിൽ നിന്ന് പുറത്തായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ഹോളി സ്റ്റാൻഡേർഡിൽ ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയല്ലേ. വലിയ വില കൊടുത്ത് നാം എപ്പോഴും ഓർക്കണം, എന്നും ഓർക്കണം. ഓരോ ദിവസവും കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങയുടെ പുത്രന്റെ രക്തത്താലല്ലേ അങ്ങനെ വീണ്ടെടുത്തത്, അതിനനുസരിച്ച് ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇനി നാലാമതായിട്ട്, ഭൂമിയിലെ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നത്. അത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ തുടർച്ചയായിട്ട് കാണുവാണെങ്കിൽ ഭൂവാസികൾ എന്ന് പറയുന്നുണ്ടല്ലേ, അവർ ഭൂവാസികളാണ്. കാരണം ആ ഭൂമിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അവർ ഇവിടുത്തെ കാര്യം മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരാണ്. നിത്യജീവൻ അവർക്ക് പ്രശ്നമേ ഇല്ല. എല്ലാ കാലവും ഭൂമിയിൽ ജീവിക്കേണ്ടവർ എന്നുള്ള ഉദ്ദേശത്തോടെ ജീവിക്കുന്നു. പണമുള്ളവർ, പ്രശസ്തിയുള്ളവർ വീണ്ടും വീണ്ടും വേണം അല്ലേ. ഒരു ആയുസ് തങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നതിനേക്കാളും സ്വത്ത് കയ്യിലുണ്ടാകാം, എന്നാലും കൂട്ടിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ചിരഞ്ജീവിയായിട്ട് ജീവിക്കുമെന്ന അവരുടെ ചിന്തയല്ലേ. അപ്പം പ്രശസ്തി ഉണ്ടായാലും പ്രശ്നമാ, കൂടുതൽ പ്രശസ്തി വേണം. പണം ഉണ്ടായാലും പ്രശ്നമാ, പണം പിന്നെയും വേണം. അങ്ങനെ ആയിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, ഒന്ന് യോഹന്നാൻ 2:15-16-17 വാക്യങ്ങൾ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതേ. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്ന് അത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പൊ ആ ഒരു അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനത്തിലും പറയുന്നുണ്ട്, ലോകസ്നേഹം ദൈവത്തോട്
വിരോധമാകുന്നു, ശത്രുവായിത്തീരുന്നു. അവിടെ വായിക്കുന്ന ഒരു വാക്യാണല്ലോ, യാക്കോബ് 4:4, ലോകത്തെ സ്നേഹിക്കുന്നവരെ വിളിക്കുന്ന ഒരു വാക്കുണ്ട്, വ്യഭിചാരികളായുള്ളോരേ. അത് വ്യഭിചാരികളെ കുറിച്ചൊന്നും പറഞ്ഞില്ല, ഈ ലോകത്തെ സ്നേഹിക്കുന്നവർ. എന്നാലോചിച്ച് നോക്കിയേ, 4:4, വ്യഭിചാരിണികളായുള്ളോരേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മൾ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഉണ്ടെന്ന് പറയുകയും ആ ആത്മാവ് ഉണ്ടെന്ന് പറയുന്നവ ലോകത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയും ലോകത്തുള്ള ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അപ്പം നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ നമ്മളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ലോകത്തിനായി ചിന്തിക്കുന്നുവെന്ന്? ബാക്കി ഒന്നുകൂടെ വായിക്കാം. അല്ലെങ്കിൽ തിരുവഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നു. അസൂയ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ പോലെ ആകണം, മറ്റുള്ളവർക്കുള്ളതുപോലെ എനിക്കുമായി തീരണം, അസൂയ. അങ്ങനെ ദ്രവ്യാഗ്രഹം വർദ്ധിക്കുന്നു, ലോകസുഖം വർദ്ധിക്കുന്നു, ലോകത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നു. അപ്പം അങ്ങനെ പറയുവാണെങ്കിൽ വിശ്വാസികളെന്ന് പറയുന്നവർ, ദൈവമക്കളെന്ന് പറയുന്നവർ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളവർ ലോകത്തെക്കുറിച്ചും ലോകത്തിലുള്ളതിനെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ അതിൽ വസിക്കുവാനായിട്ടും എന്താ തങ്ങളുടെ ആശ മുഴുവൻ അതിലാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ആശയം അതാണെന്ന് പറയേണ്ട വരും, അല്ലേ? അങ്ങനെയൊന്നും ആയി തീരാതിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ തരട്ടെ. അപ്പൊ ഇവിടെ ഇന്നത്തെ സമൂഹത്തിൽ നോക്കിയാൽ ഇങ്ങനെയുള്ളവരെയൊക്കെ കാണുവാനായിട്ട് കഴിയും. ഇവരാരായിരിക്കും? സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവർ, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ ആശ്രയിക്കുന്നവർ, പണം, പറഞ്ഞതുപോലെ പണം, രോഗസൗഖ്യം, പ്രശസ്തി എന്നിവയിൽ മാത്രം രോഗസൗഖ്യത്തിന് വേണ്ടി ക്രിസ്തുവിനെ പിന്തുടരുന്നവരുണ്ട്. ആ സാമ്പത്തികമായ ഭദ്രതയ്ക്ക് വേണ്ടി ക്രിസ്തുവിനെ പിന്തുടരുന്നവരുണ്ട്, അല്ലെ? പല കാര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ പിന്തുടരുന്നവരുണ്ട്. പക്ഷേ ആ നിത്യജീവന് വേണ്ടി ക്രിസ്തുവിനെ പിന്തുടരുന്നവരെ ചുരുക്കമാണ്. ക്രിസ്തുവിനെ അനുകരിക്കാൻ വേണ്ടി, അല്ലെ ആ ക്രിസ്തുവിന് അനുരൂപമാകുവാൻ വേണ്ടി ക്രിസ്തുവിനെ പിന്തുടരുന്നവരെ ചുരുക്കമാണ്. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. ദൈവഭക്തി ആദായ സൂത്രം തങ്ങൾക്ക് ആദായം നേടുവാനുള്ള മാർഗമാണെന്ന് അവർ ചിന്തിക്കുന്നു, അല്ലേ? എത്രത്തോളം ദരിദ്രരായിരുന്ന, അല്ലെങ്കിൽ സാമാന്യ ജീവിതത്തിലായ സാധാരണക്കാരായിരുന്നവർ ക്രിസ്തുവിനെ അറിഞ്ഞത് മൂലം വളരെ പ്രശസ്തരും വളരെ പണക്കാരുമായി ധനികന്മാരുമായി തീരുന്ന അവസ്ഥ. അവർ ക്രിസ്തുവിനെ അല്ല അനുകരിക്കുന്നത്, അവരുടെ വയറിനെയാണ് അവരെ നോക്കുന്നത്. അവരുടെ ദൈവം വയറ്, അവരുടെ അവസാനം നാശം. അതുപോലെ കൃപയുടെ സുവിശേഷക്കാർ എന്ന് പറയുമ്പോഴേ ആ ഹൈപ്പർഗ്രേസ് തിയറി നമുക്കറിയാമല്ലോ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി എനിക്ക് ഒരു കുഴപ്പവുമില്ല, എനിക്ക് എങ്ങനെ തോന്നിയവാസം വേണമെങ്കിലും എനിക്ക് നടക്കാം. ആ രക്ഷ എന്ന്, അല്ലെങ്കിൽ ക്രൂശ് പാപം ചെയ്യാനുള്ള ലൈസൻസായി അവർക്ക് കിട്ടിയ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് എങ്ങനെ വേണേലും നടക്കാം, അങ്ങനെ ചിന്തിക്കുന്ന. കാരണം ആ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷെ ആ കൃപ ആ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് അവർ കഴിയാണ്. എന്ത് ചെയ്താലും ദൈവത്തിന്റെ കൃപയാലാണ് എനിക്ക് പാപമോചനം ലഭിക്കുകയില്ല. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അറിയാതെ ചെയ്തു പോയതായതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ഒക്കെ ആയിരുന്നു. അറിയാതെ ചെയ്തതായതുകൊണ്ട്, അറിവില്ലായ്മയുടെ കാര്യങ്ങളെ ദൈവം നമ്മളെ പൊറുക്കും. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ കാര്യങ്ങളെ, അല്ലെ, അതെല്ലാം ക്ഷമിക്കും. പക്ഷെ ദൈവത്തെ അറിഞ്ഞ ശേഷം നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായി വരും. 1 കൊരിന്ത്യർ 5:10 നമുക്കറിയാം. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ട നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും.
സഹോദരനെ മൂഢാ എന്ന് വിളിച്ചാലും അഗ്നിനരകത്തിന് ഇരയായി തീരുമെന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പം നാം പഠിച്ച, അതൊക്കെ നമ്മൾ പഠിച്ചതാ. അപ്പം നാം പഠിച്ച പരിജ്ഞാനം അനുസരിച്ച് നടക്കണമെങ്കിൽ എത്രത്തോളം നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കേണ്ടതായിട്ട് വരും. നമ്മെ ഉപദ്രവിക്കുന്നവരെ നമുക്ക് അനുഗ്രഹിക്കാനായിട്ട് കഴിയുമോ? അനുഗ്രഹിക്കേണ്ട, അവരെ സ്നേഹിക്കാൻ കഴിയുമോ? അവരോട് തിരിച്ച് അങ്ങനെ ഇടപെടാതിരിക്കാൻ നമുക്ക് കഴിയുമോ? ക്രിസ്തുവിന്റെ സ്നേഹത്തോടെ നമുക്ക് നിൽക്കുവാൻ കഴിയുമോ? ക്രിസ്തുവിന്റെ ഭാവം നമ്മൾ ഉള്ളവരാകുവാൻ നമുക്ക് കഴിയുമോ? ഒരു ചെറുത് മതി. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നത് കർത്താവിന്റെ കൽപ്പനയാ, അല്ലേ? 1ഉം 2ഉം കൽപ്പനകൾ നമുക്കറിയാം. അന്യ ദൈവം നിനക്കുണ്ടാകരുത്, അല്ലെ? അങ്ങനെ ആ കൽപ്പന, കർത്താവിന്റെ കൽപ്പന എല്ലാം കൂടെ പറഞ്ഞ കർത്താവ് പറയുന്ന ദൈവത്തെ സ്നേഹിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക. ഒന്നും പറഞ്ഞില്ലെങ്കിലും അത്രയും നമുക്കറിയാലോ. നമ്മൾ ആരോടെങ്കിലും വിരോധം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ആരെങ്കിലും സ്നേഹിക്കാതിരിക്കുന്നുണ്ടോ? ആരെങ്കിലും കയ്പ് ആരോടെങ്കിലും ഉണ്ടോ? നാം കയ്പുണ്ടാകാം, കയ്പില്ലെന്ന് ഞാൻ പറയില്ല. കയ്പുണ്ടായാൽ, അത് മനസ്സിലായാൽ മാനസാന്തരപ്പെടുവാൻ കഴിയുമോ? അവരോട് ക്ഷമിക്കാൻ കഴിയുമോ? അവരോട് ക്ഷമ ചോദിക്കാൻ നമുക്ക് കഴിയുമോ? അത്രയൊക്കെ മതിയല്ലേ? അത് കഴിഞ്ഞിട്ട് വേണം 2ാം പാഠത്തിലേക്ക് പോകുവാനായിട്ട്. അപ്പം നമ്മളെ ആ പാപം, ഏത് പാപമായാലും, മനുഷ്യൻ പാപികളാണ്, പാപം ചെയ്തുകൊണ്ടേയിരിക്കും. നാം പാപജഡത്തിലാണ് ജീവിക്കുന്നത്, നാം പാപം ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ചെയ്ത പാപം മനസ്സിലായി കഴിയുമ്പോൾ അതിനെ അനുതപിച്ച് മാനസാന്തരപ്പെടാനും മുമ്പോട്ട് പോകുവാനും നമുക്ക് കഴിയുമോ? അപ്പോൾ അത് മറ്റുള്ളവരെ കുറിച്ച് മാത്രമല്ല, നമ്മെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ അവസാനം നല്ലതായി തീരണമെങ്കിൽ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ നാം അങ്ങനെയായുള്ളവരായി തീരണം. ഓരോ ദിവസത്തെയും ശോധന ചെയ്ത് ജീവിക്കണം. പിന്നെ 3ാമത്തെ കൂട്ടര് മതഭക്തര്. മതഭക്തരെന്ന് പറയുമ്പം ഞായറാഴ്ചത്തെ ക്രിസ്ത്യാനി. തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച മാത്രം എനിക്ക് ദൈവവും ആരാധനയൊക്കെ മതി, തിങ്കളാഴ്ച മുതൽ എനിക്ക് ലോകം മതി, അല്ലേ? വചനം പറയുന്നത് അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നവർ. ദൈവത്തെ അറിയുന്നു എന്ന് പറയെങ്കിലും പ്രവൃത്തികളാൽ നിഷേധിക്കുന്നവർ, അങ്ങനെ ചെയ്യുന്നവർ. അപ്പം തിമോഥെയോസിന്റെ ലേഖനം പറയുന്ന പോലെ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിനെ ശക്തിയെ ത്യജിക്കുന്നവർ. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ക്ഷയിക്കുന്നവർ ആണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടരെയാണ് 20, 21 വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇവിടെ എന്തുവാ? ഇങ്ങനെയുള്ളവർ, അവരുടെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നവർ, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറെ, അവർക്ക് ലജ്ജയായതിൽ മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അപ്പം അങ്ങനെ പോലെയല്ല നാം 20, 21 പറയുന്നത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അല്ലേ? അപ്പം നമ്മൾ സ്വർഗത്തിലുള്ള ചിന്തിക്കേണ്ടവരും സ്വർഗത്തിലുള്ള ജീവിക്കേണ്ടവരുമാണ്. നമ്മൾ സ്വർഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. നാം ദൈവത്തിലുള്ളവരാണ്. ക്രിസ്തു ഇരിക്കുന്ന ഇടവനമായ സ്വർഗത്തിലേക്ക് പോകുവാനും ക്രിസ്തുവിനോട് കൂടെ എന്നേക്കും ഇരിക്കാനുള്ളവരുമാണ്. അതുകൊണ്ട് ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് നടക്കുക, ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കുക, പ്രാപിച്ച പരിജ്ഞാനം അനുസരിച്ച് നടക്കുന്നവരായി ഇരുപ്പിൻ. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ അതിനെ അനുസരിച്ച് നടക്കുന്നവരായും ഇരിക്കുക. ദൈവ ഈ വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.